ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി PYQ ഉപയോഗിച്ച് എങ്ങനെയാണ് പഠിക്കുന്നത്, നമ്മൾ PYQ എടുത്ത് എങ്ങനെയാണ് സിലബസ് കവർ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തു. അപ്പം അന്ന് ഞാൻ പറഞ്ഞിരുന്നു, എന്നോട് ഒരു കുട്ടി സംശയം ചോദിച്ചതാണ് എൻ്റെ ഡെഫിനേഷനാണെന്ന്. അപ്പോൾ ആ കുട്ടി തന്നെ എന്നോട് പറഞ്ഞു, ചേച്ചി മനസ്സിലായി, പക്ഷേ എനിക്ക് ഫോക്കസ് അക്കാദമിയുടെ തന്നെ വെച്ചിട്ടൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നതാണിത്. അപ്പോൾ PYQൻ്റെ ഇപ്പം ഫോക്കസ് അക്കാദമിയുടെ ഗൈഡുകൾ ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഇത് യൂസ്ഫുൾ ആകും. ഫോക്കസ് അക്കാദമിയുടെ ഇത് വെച്ചിട്ടാണ് ഞാൻ PYQ വെച്ച് പഠിക്കാമെന്നുള്ള അനാലിസിസിൻ്റെ നോട്ടുകൾ ഇപ്പം 2 ഫുൾ ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് അപ്പോൾ ഫോക്കസ് അക്കാദമിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് പേജിലെ ക്വസ്റ്റ്യനാണ് ഈ എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്നാന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ 7മായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മുടെ സിലബസിൽ. അപ്പം ആദ്യം നമ്മൾ സിലബസ് എടുക്കണം. സിലബസ് എടുത്തിട്ട് ആ സിലബസിൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് നോക്കണം. അപ്പം എല്ലാവർക്കും മനസ്സിലായി, ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂൾസിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത്യാവശ്യം ഇതിലൊക്കെ പഠിക്കുന്നവർക്കൊക്കെ അറിയില്ല. അപ്പം അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ കയ്യിൽ സിലബസ് വേണം. സിലബസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. അത് വേറെ കാര്യം. അപ്പോൾ സിലബസ് എടുക്കുക. സിലബസ് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ സിലബസിൽ പൊതുവിജ്ഞാനത്തിൽ ആദ്യം പൊതുവിജ്ഞാനം 40 മാർക്ക്. പൊതുവിജ്ഞാനത്തിൽ ഒരിതുണ്ട്, ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്. അതിൽ ഇന്ത്യൻ ഭരണഘടന എടുക്കുക. അതിൽ ഇന്ത്യൻ ഭരണഘടനയിൽ സിലബസിലെ പട്ടിക, ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങളും ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളും ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, അങ്ങനെ 3 സബ് ഹെഡിങ്ങുകളുണ്ട്. അതിൽ ഭരണഘടന നിർമ്മാണ സഭയിലെ കമ്മിറ്റികൾ എന്ന പോർഷനിൽ പട്ടികകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പം അതിൽ ആ പട്ടികകൾ എന്നുള്ള ഓപ്ഷൻ നമ്മൾ സിലബസിൽ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ ആ പോർഷൻ പഠിക്കാൻ പോവുകയാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് എവിടെ നിന്നാണ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തു സിലബസ് വെച്ചിട്ട്. എന്നിട്ട് അതിൽ പട്ടിക എന്നുള്ളിടത്ത് നമ്മൾ അടയാളപ്പെടുത്തി. പട്ടിക എന്നുള്ളിടത്ത് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ നോട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ നോട്ട് ഉണ്ടെങ്കിൽ ആ നോട്ട് എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ആ നോട്ട് ഉണ്ടെങ്കിൽ ആ നോട്ട് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഗൈഡ് വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഗൈഡാണ് നിങ്ങൾ നോട്ടായിട്ട് എടുക്കുന്നതെങ്കിൽ അതിൽ ഗൈഡിൽ ആ പോർഷൻ എടുക്കുക. ഇത്രയും നമ്മൾ എടുക്കണം. എടുത്തതിന് ശേഷം നമ്മൾ ഫോക്കസ് അക്കാദമിയുടെ 1ാമത്തെ ക്വസ്റ്റ്യൻസിൽ അപ്പം എടുക്കുക. അതെടുത്ത് അങ്ങനെ തന്നെ വെച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻസ് വായിക്കുക. ആ പട്ടികയുടെ നോട്ട് എടുത്ത് വെച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാർക്ക് ചെയ്യണം. നിങ്ങൾ ആൻസർ നോട്ട് നോക്കാതെ അത് മാർക്ക് ചെയ്യുക. നോട്ട് എടുക്കുക. നോട്ട് എടുത്തിട്ട് അത് ഇന്ന ആൻസർ ആണെന്ന് മാർക്ക് ചെയ്യുക. ബാക്കി 3 വായിച്ചു നോക്കുക. ബാക്കി 3 വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ആൻസർ ഇത് ഏതൊക്കെ പട്ടികയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നേരെ, ആ ഗൈഡിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിന് നേരെ ഇന്ന ഷെഡ്യൂൾസ് എന്ന് അടയാളപ്പെടുത്തി വെക്കണം. അടയാളപ്പെടുത്തി വെച്ചിട്ട് അത് നോട്ടുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ആ നോട്ടിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ക്വസ്റ്റ്യന് ഇത് 4 ശരിയാണെന്ന്. ആ പട്ടിക 4 ഓപ്ഷൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾ തീർച്ചപ്പെടുത്തണം. തീർച്ചപ്പെടുത്തിയിട്ട് അത് എല്ലാം മാർക്ക് ചെയ്തേക്കുന്നത് ശരിയാണെന്ന് ഉറപ്പ് വെക്കുക. അത് ശരിയാണെന്ന് ഉറപ്പാക്കിയിട്ട്
ഗൈഡിലെ അതിൻ്റെ ആൻസർ ഷീറ്റും കൂടി എടുത്ത് നിങ്ങൾ നിങ്ങളുടെ കൈ വെക്കുക. ഇത് ഫോക്കസ് അക്കാദമിയിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ആഡ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഫോക്കസ് ആ ഗൈഡിൽ അതിൻ്റെ ഉത്തരങ്ങളും അനുബന്ധ വസ്തുതകളും എന്നുള്ള പേജ് എടുത്തിട്ട് ആ ഫസ്റ്റ് ഇതിൻ്റെ അനുബന്ധ വസ്തുതകൾ എന്തൊക്കെയാണ് എടുത്തു വെക്കുക. നോട്ടും നിങ്ങളുടെ കയ്യിൽ എടുത്തു വെക്കുക. നോട്ടും നിങ്ങൾ എടുത്ത് വെച്ച് കഴിയുമ്പോൾ ആ 4 ഓപ്ഷൻസ്, ആ ക്വസ്റ്റ്യൻസിൻ്റെ 4 ഓപ്ഷൻസിൻ്റെ ആൻസർ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടാതെ കുറച്ച് പോയിന്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ആ ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസ് പറയാം ഞാൻ. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ചുമതലകൾ പരാമർശിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ വരുന്നത് ഇന്ത്യൻ ഭരണഘടന ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 6. സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്നത് 11. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം, ലഡാക്ക് എന്നിവിടങ്ങളിലെ ഗോത്രമേഖലയുടെ ഭരണത്തിലുള്ള വ്യവസ്ഥകളെക്കുറിച്ച് പറയുന്ന പട്ടിക 6-ാം പട്ടിക. അപ്പൊ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ്: രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമായി ചുമതലകൾ പരാമർശിക്കുന്ന ഷെഡ്യൂൾ ഏതാണ്? ഗോത്രമേഖലയിലെ ഭരണ സംവിധാനങ്ങളെ പരാമർശിക്കുന്നത്? കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമായി നൽകിയിരിക്കുന്ന അധികാര വിഭാജനം? ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ എന്നിവയാണ് ചോദിച്ചത്. ഇതിൻ്റെ അകത്ത് ആദ്യത്തെ ആൻസർ 7-ാം പട്ടിക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു എന്നുള്ളതാണ് 7-ാം പട്ടിക. അപ്പം ബാക്കി 3 പട്ടികകൾ ഏതൊക്കെയാണ്? അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങളത് നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യേ. ബാക്കി A, B, D ആ 3 എണ്ണം ഏതൊക്കെ പട്ടികകളാണ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യേ. അപ്പം അങ്ങനെയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഓപ്ഷൻസ് എടുത്ത് നോക്കുമ്പോൾ അത് തന്നെ കിട്ടും. അതിൻ്റെ അകത്ത് അവർ അടയാളപ്പെടുത്തി അതിനെ ഓപ്ഷനുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ 1-2 പോയിന്റ്സും കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്ന്, ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ വരുന്ന എത്ര അനുച്ഛേദങ്ങൾ, അമെൻമെന്റ്സും എത്ര ഷെഡ്യൂൾസുകളും എത്ര ഭാഗങ്ങളുമാണ് എന്ന് അവർ പറയുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഈ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്യണ്ട. നിങ്ങളുടെ കയ്യിൽ ഇത് പോയിന്റ്സ് ഇല്ലെങ്കിൽ അത് നോട്ട് ചെയ്യുക, വെക്കുക. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് നോക്കി ഇനി അറിയത്തില്ലെങ്കിൽ നമ്മൾ നോട്ട് നോക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടാവണം കേട്ടോ. നമ്മൾ ഇപ്പൊ PYQ വെച്ച് പഠിക്കുന്നു എന്ന് കരുതിയിട്ട് നമ്മുടെ കയ്യിൽ നോട്ട് ഉണ്ടാവാതെ ഒരു കളി നടക്കില്ല. നമുക്കൊരു നോട്ട് ഉണ്ടാവണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ട് എഴുതാനോ നോട്ട് ഇതുവരെ ഇല്ലെങ്കിൽ അഫോർഡബിൾ ആണെങ്കിൽ ഒരു ഗൈഡ് മേടിക്കുക. ഗൈഡ് മേടിച്ചിട്ട് ക്ലാസ്സുകൾ കേട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട്, ഗൈഡ് ഫുൾ അരിച്ച് പറക്കണ്ട, എവിടെന്നെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ കേട്ട് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് പഠിക്കുമ്പോൾ ആ പോയിന്റ്സ് തന്നെ പഠിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴും ഈ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യുക. ഇപ്പൊ നോട്ടില്ലെങ്കിൽ ഗൈഡ് എടുത്തിട്ട് ഇതിൽ ഈ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യുക. അത് കൂടാതെ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണെന്ന് തോന്നുന്ന മറ്റുള്ള പോയിന്റ്സും കൂടി മാർക്ക് ചെയ്ത് വെക്കണേ. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് ഈ ഗൈഡിന്റെ നേരെ നിങ്ങൾ എഴുതി വെക്കുക, മാർക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ബുക്കിൽ എഴുതി വെക്കുവോ, പ്രിന്റ് എടുക്കുവോ, PDF അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ നേരെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഏതൊക്കെ പട്ടികകളാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നാളെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പഠിച്ചതാ അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് റിവൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഷെഡ്യൂൾ നിങ്ങൾ പഠിച്ചു എന്നും പറഞ്ഞ് ഇന്നിപ്പം നിങ്ങൾ ഷെഡ്യൂൾ പഠിച്ചിട്ട് നാളെ അത് തിരിഞ്ഞ് നോക്കാതിരുന്നാൽ നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ നോട്ടും എല്ലാ സംഭവങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് നിങ്ങൾ അത് ഞാൻ പറയാം, ചെയ്ത് നോക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലാസ്റ്റ് ഈ എല്ലാ ആൻസേഴ്സും നിങ്ങൾക്ക് കിട്ടുന്നവരെ നിങ്ങൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ചെയ്തിട്ട് 100-ൽ 100ഉം കിട്ടുന്നവരെ ചെയ്യണം. ഫോക്കസ് അക്കാദമിയുടെ ഗൈഡും കൂടി എടുത്തിട്ട് അതിൻ്റെ ഓപ്ഷൻസിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൻ്റെ നേരെ ആൻസർ മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് എക്സ്ട്രാ പോയിന്റ്സ് ഉള്ളത് അതും നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നോട്ട് ഇതെല്ലാം നിങ്ങൾ, അപ്പം ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ഗൈഡ് എടുത്തു, ഗൈഡിൻ്റെ അകത്ത് ഇന്ന പോർഷൻ പഠിച്ചു, അത് നിങ്ങൾ മാർക്ക് ചെയ്തു. അപ്പം സിലബസിൽ ആ പോർഷൻ മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് നന്നായി പഠിക്കുക. ആ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിങ്ങൾ പട്ടികകൾ എന്ന ഭാഗം തറവാക്കുക. തറവായി പഠിച്ചിട്ട് എത്ര പട്ടികകളുണ്ട്? 12 പട്ടികകളുണ്ട്. നമുക്ക്
എത്ര പട്ടികകളുണ്ട് അല്ലെങ്കിൽ എത്ര ഷെഡ്യൂളുണ്ട്? നമുക്ക് 12 ഷെഡ്യൂൾസ് ഉണ്ട്. ആ 12 ഷെഡ്യൂൾസും നിങ്ങൾ പഠിക്കുക. 12 ഷെഡ്യൂൾസും നോട്ട് ഔട്ട് ചെയ്ത് നോക്കുക, എന്താണ് അതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി ആ പോർഷൻ പഠിക്കുക. അപ്പോൾ സിലബസിൽ ആ പോർഷൻ മാർക്ക് ചെയ്യാൻ മാത്രമല്ലാതെ നിങ്ങൾ തറവായിട്ട് പഠിക്കണം. അപ്പം ഇനി എപ്പോൾ പട്ടികയിൽ നിന്ന് അല്ലെങ്കിൽ ഷെഡ്യൂൾസിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലോ അല്ലെങ്കിൽ അടുത്ത പോർഷനിലോ അടുത്ത ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾക്കത് മാർക്ക് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത് അല്ലേ? അപ്പം അത് മാർക്ക് ചെയ്യുക. ശേഷം അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുക. എന്നിട്ട് ഒരു ബുക്ക് എടുക്കണം. സിലബസിൽ ആ പോർഷൻ മാർക്ക് ചെയ്തിട്ട് അന്ന് പഠിച്ചിട്ട് അപ്പോൾ ആ പോർഷൻ നിങ്ങൾ കവർ ചെയ്തു. എന്നിട്ട് ഒരു ബുക്കും കൂടി ഒരു ബുക്ക്, ഒരു കുഞ്ഞു ബുക്കോ ഡയറിയോ അല്ലെങ്കിൽ ഒരു പോക്കറ്റോ എന്തെങ്കിലും സംഭവം, ഒരു കുഞ്ഞു ബുക്കോ എന്തെങ്കിലും നിങ്ങൾ എടുക്കുക. എടുത്തിട്ട് എന്നാ ചെയ്യണമെന്നറിയാവോ? ആ പഠിച്ച ഡേറ്റ്, ആദ്യം നമ്മൾ പഠിക്കുന്ന ഡേറ്റ് എഴുതണം. ഡേറ്റ് എഴുതിയിട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ന പോർഷൻ സിലബസിൽ സിലബസിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികകൾ എന്ന ഭാഗം പഠിച്ചു എന്നുള്ളത്, സിലബസ് പട്ടികകൾ അതങ്ങനെ അടയാളപ്പെടുത്തുക. എന്നിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നാ? ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരത്തിൽ ചെറുതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. 1. കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ, ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തി, രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരം, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം. ഇതെന്താ? ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് സ്പോർട്സിൽ സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ശരിയെന്ന് നോക്കണം. അപ്പോൾ ഈ ഓപ്ഷൻസ് എ 1ഉം 2ഉം ശരിയാണ്, ബി 3 മാത്രം ശരിയാണ്, സി 1ഉം 3ഉം 4ഉം ശരിയാണ്, ഡി എല്ലാം ശരിയാണ്. അപ്പോൾ ഇതിൽ ആൻസർ ആദ്യത്തെ പോലെ തന്നെ നിങ്ങൾക്ക് ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ ആൻസർ മാർക്ക് ചെയ്യുക. ഇല്ല, നിങ്ങൾക്ക് ആൻസർ അറിയത്തില്ലെങ്കിൽ നിങ്ങളിതുപോലെ സിലബസ് എടുക്കുക. സിലബസിൽ കായികത്തിൽ സച്ചിൻ ടെണ്ടുൽക്കർ എന്നുള്ള പോർഷൻ മാർക്ക് ചെയ്യുക. സച്ചിൻ ടെണ്ടുൽക്കറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പ്രസ്താവന ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഒരു ഗുണം ദോഷവും, നിങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കറുമായിട്ടുള്ള സകല കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അത് ഗുണവുമാണ് ദോഷവുമാണ്. അപ്പം നിങ്ങൾ ഇപ്പോൾ പഠിക്കുമ്പം സച്ചിൻ്റെ ഇപ്പോൾ ഈ സിലബസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ഒരാളെ കുറിച്ച് പഠിച്ചാൽ മതി. ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുന്നത് കൊണ്ട് അല്ലാതെ പഠിക്കണം. സച്ചിൻ ടെണ്ടുൽക്കർ, ഇനി അഥവാ സച്ചിൻ ടെണ്ടുൽക്കറുമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഈ 4 പോയിന്റ്സിൽ ഒരെണ്ണം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അവിടെ കിട്ടില്ല. അതാണ് പ്രസ്താവന ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ അതിൽ സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് പഠിക്കുക. അതേപോലെ സ്പോർട്സ് നോട്ട് എടുത്തിട്ട് സച്ചിൻ ടെണ്ടുൽക്കറിനെ എടുത്ത് മാർക്ക് ചെയ്യുക. ഇത് പഠിക്കുക. അല്ലെങ്കിൽ ഗൈഡിലെ പോയിന്റ്, ഈ ഗൈഡിൽ അത്യാവശ്യം സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ചുള്ള പോയിന്റുകളും അദ്ദേഹത്തിന് ലഭിച്ചേക്കുന്ന പ്രധാന ബഹുമതികളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് നോക്കിയാൽ മതി. ഇത് നിങ്ങളിൽ ഫോക്കസ് അക്കാദമിയുടെ ആണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആണെങ്കിൽ അതിൻ്റെ അകത്തും കാണും, സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ചിട്ടുള്ള നോട്ട് കാണും. അത് വെച്ചിട്ട് പഠിക്കുക. പഠിച്ചിട്ട് അത് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ആ പോർഷൻ നിങ്ങൾ മാർക്ക് ചെയ്യൂ. നിങ്ങൾ ഇപ്പം തന്നെ ഏതൊക്കെ പഠിച്ചു? ആദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഷെഡ്യൂൾ, അത് പഠിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കായികത്തിൽ, അതായത് സ്പോർട്സിൽ നിങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് പഠിച്ചു. എവിടെ കിടക്കുന്നു? എവിടെ കിടക്കുന്നു? 2 ദിശ കിടക്കുന്ന പോർഷൻസ്. അതുപോലെ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 100 ക്വസ്റ്റ്യൻസിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓരോ പാഠഭാഗത്തു നിന്നായിരിക്കും, ചില ക്വസ്റ്റ്യൻസ് പല പല പാഠഭാഗത്തു നിന്നായിരിക്കും. അപ്പോൾ എന്താ അതിൻ്റെ ഗുണം? നിങ്ങൾ 100 ക്വസ്റ്റ്യൻ എടുക്കും. നമ്മൾ ഒരു ബുക്ക് എടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ആ ബുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. ഇപ്പം ഹിസ്റ്ററിയാണ് പഠിക്കുന്നതെങ്കിൽ ഉറക്കം വരും. മാത്സ് നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അതും ഇങ്ങനെ പഠിക്കാം, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് തന്നെ പഠിക്കണം. പിന്നെ അതേപോലെ ഓരോ സബ്ജക്റ്റും നമ്മൾ ഓരോ സബ്ജക്റ്റ് ആയിട്ടിരിക്കുന്നതിനും കൂടുതൽ ഒരു ഡേ എത്ര ക്വസ്റ്റ്യൻ പഠിക്കുന്നോ അത്രയും പോർഷൻസ് നിങ്ങൾ അപ്പോൾ പഠിക്കുക അല്ലേ? അപ്പോൾ ഓരോ പോർഷൻസ് എടുത്ത് നിങ്ങൾ പഠിക്കുമ്പോഴും അത് നിങ്ങൾ ഗൈഡിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾ എന്തോരം പോർഷൻസ് പഠിച്ചു, നിങ്ങൾക്ക് എന്തോരം പോർഷൻസ് കവർ ചെയ്യാൻ പറ്റി.
ആ അപ്പം നമുക്കൊരു കോൺഫിഡൻസ് വന്നു. ഇന്ന് ഞാൻ ഇത്രയും പോർഷൻസ് പഠിച്ചു. പല പല സബ്ജക്ട്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ പല പല സബ്ജക്ട്സ് നമ്മൾ കവർ ചെയ്തു. ഒരൊറ്റ സബ്ജക്റ്റ് അല്ല കവർ ചെയ്തേക്കുന്നത്, ഒറ്റ ചാപ്റ്റർ അല്ല കവർ ചെയ്തേക്കുന്നത്. നമ്മൾ മാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഒരു ദിവസം ഒരു 5 അല്ലെങ്കിൽ 6 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരു എത്ര സബ്ജക്ട്സ് കവർ ചെയ്യാന്നറിയാമോ? എത്രമാത്രം സബ്ജക്ട്സ് കവർ ചെയ്യാം? മിനിമം ഒരു 25 എണ്ണത്തിൽ താഴെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. കാരണം ചിലതൊക്കെ ചെറിയ ടോപ്പിക്സ് ആയിരിക്കും, ചിലത് വലിയ ടോപ്പിക്സ് ആയിരിക്കും. പക്ഷെ ചെറുതാണേലും വലുതാണേലും നമ്മുടെ സിലബസിലെ ടോപ്പിക്കാ, നമ്മളത് കവർ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് വെച്ചു, അപ്പം നമ്മുടെ മാർക്ക് കൂടും. അപ്പം നമുക്ക് നമ്മുടെ ഇതെനിക്ക് കഴിയും, എനിക്ക് പഠിക്കാൻ കഴിയും, അയ്യോ എനിക്ക് കിട്ടി, എൻ്റെ മാർക്ക് ഇൻക്രീസ്, അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങളുണ്ട് ഇങ്ങനെ PYQ വെച്ച് പഠിക്കുമ്പോൾ. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഫോക്കസ് അക്കാദമിയുടെ ഗൈഡുള്ള കുട്ടി ഈ മെത്തേഡ്സ് ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫോക്കസ് അക്കാദമിയുടെ ഗൈഡുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അല്ലാത്തവരും കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലുമൊക്കെ ഗൈഡുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്, അതിൻ്റെമായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കമൻ്റായിട്ടോ രേഖപ്പെടുത്തുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുകയാണെങ്കിൽ അതും ഞാൻ ഇങ്ങനെ ക്ലാസ് ആയിട്ട് എടുത്തു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. PSC പഠിക്കുന്നവർക്ക് ഉപകാരമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. കുറെ പേരൊക്കെ കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ലയോ ഒന്നും അറിയത്തില്ല. ആരും സബ്സ്ക്രൈബും ചെയ്യുന്നില്ല, കമൻറ്റോ ലൈക്കോ ഒന്നും ചെയ്യുന്നില്ല. അവർക്കിത് കണ്ടിട്ട് ഗുണം ഉണ്ടായില്ലാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.